ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പ് കാലിഫോർണിയയിലെ ബ്യൂണ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ട് വേഗൻ ന്യൂട്രീഷണൽ ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റേറിയൻസ് ഉണ്ടല്ലോ, വേഗൻസ്. അപ്പോൾ വേഗൻസ് ഉപയോഗിക്കുന്ന എന്തോ ന്യൂട്രീഷണൽ ഷെയ്ക്കാണ്. നല്ല ഹെവി ലോഡാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കാലിഫോർണിയൻ യാത്രയിലേക്ക് സ്വാഗതം. വേണ്ട, രാവിലെ തന്നെ നമ്മൾ വണ്ടിയെല്ലാം ഒന്ന് ഹുക്ക് ചെയ്ത് റെഡിയാക്കി കിടക്കുക. വെയിറ്റ് ചെയ്യണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻഷീൽഡ് വാഷർ ഫ്ലൂയിഡ് ഒന്ന് ഫില്ല് ചെയ്യണേ. അപ്പോൾ അതിന് നമ്മുടെ ഗരാഷ് തുറന്നിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. മെയ്ഫീൽഡ് റോഡ് എന്ന് പറയുന്ന ഒരു റോട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റോട്ടിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് മേജർ ഹൈവേ ആയിട്ടുള്ള ഫോർട്ടണിലേക്ക് കയറാൻ കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ അർജുൻഭായ് ഒരു ചെറിയ ഇളമ്പയിലൊക്കെ കൊണ്ട് ഫോണൊക്കെ നോക്കി. വീക്കെൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അർജുൻഭായ്? ബിഗ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? സൺഡേ രാത്രി 12 മണിക്ക് വീട്ടിലെത്തി. മൺഡേ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും രാത്രി 2 മണി. രാവിലെ 6 മണിയാകുമ്പോൾ എണീറ്റ് കാർത്തൂനെ ജോലിക്ക് ഉണ്ടാക്കി. പിന്നെ വണ്ടീൻ്റെ എഞ്ചിനായാലും നാട്ടില് ഒരു ഹെഡ്ലൈറ്റ് അടിച്ചിട്ടായിരുന്നു, അത് മേടിച്ചുകൊണ്ടൊന്ന് മാറ്റി. ഗ്രോസറി കാര്യങ്ങളൊക്കെ കൂടെ കഴിഞ്ഞ് ഉച്ച. പിന്നെ വൈകിട്ട് അവളെ പിക്ക് ചെയ്ത് വന്ന് വൈകിട്ട് ടാക്സ് ഫയലിങ് പരിപാടികൾ. പിന്നെ ഇന്നത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി ഇങ്ങ് പോകും. സിനിമ എല്ലാം കണ്ടോ പുതിയത്? ഇല്ല, ഈ ആഴ്ച പടത്തിനൊന്നും നേരം കിട്ടിയില്ല. നമ്മളിപ്പം ബ്രാംപ്ടണിലെ ഫോർട്ടണിന്റെ പോർഷനിലാണ് കിടക്കുന്നത് കേട്ടോ. റോഡെല്ലാം ഭയങ്കര തിരക്കാണ്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ശരിക്കും നമ്മുടെ ഈ GTA ഏരിയ, GTA എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഗ്രേറ്റർ ടൊറന്റോ ഏരിയ, GTAയിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളൊക്കെ ഈ പറയുന്ന പോലെ നമ്മളെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന മിസിസാഗ, ബ്രാംപ്ടൺ ഏരിയയിലാണ്. ഇവിടുത്തെ ഈ ഒരു പോർഷനിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ടുള്ള ഒരു തിരക്കാണ്. ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 401 എന്ന് പറയുന്ന ഒരു ഹൈവേ കയറി പയ്യെ മിൽട്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലമൊക്കെ കഴിയുന്നതോടുകൂടി നമ്മളൊന്ന് സെറ്റാവും. ട്രാഫിക്കിന് ഒരു ഫ്ലോ വരും. വേണ്ട, നമ്മുടെ സെമൈ ട്രക്ക് ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടി ട്രക്കൊക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ടോ ട്രക്കാണ് ഈ നമ്മുടെ ഈ മുമ്പിൽ കാണുന്നത് കേട്ടോ. ഇതിൽ നല്ല കിഡിലൻ ഹെവി പവർ ഉള്ള സാധനങ്ങളായിരിക്കും. നമ്മളിപ്പം എക്സ്ട്രീം ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള നമ്മുടെ കൂട്ട് സെമൈ ട്രക്ക്, 2 ട്രക്കും ട്രെയിലറും ഒരുമിച്ച് ഈ സാധനം പൊക്കിയെടുത്ത് വലിച്ചുകൊണ്ട് പോകും. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ലണ്ടൻ അടുക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ 8 ഡിഗ്രി ഉണ്ട് കേട്ടോ. നമ്മുടെ വിൻ്ററൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഒഫീഷ്യലി സ്പ്രിങ് അവിടെ എവിടെയൊക്കെ തുടങ്ങിയെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും ഇനി ശക്തമായിട്ടുള്ള ഒരു മഞ്ഞ് പെയ്ത്ത് വരുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. സാധാരണ അതാണ് അതിൻ്റെ ഒരു പതിവ്. ഒരു കലാശക്കൂട്ട് പോലെ ഒരു അവസാന സ്നോഫോൾ ഇങ്ങനെ ചെറിയൊരു പരിപാടികളൊക്കെ കാണിച്ചിട്ട് വരാറുണ്ട്. ഇനിയിപ്പോൾ അത് വന്നാൽ തന്നെ ഓൾമോസ്റ്റ് വിൻ്റർ തീർന്നിരിക്കുന്നു. അപ്പം പുതിയൊരു സ്പ്രിങ് സീസണും പുതിയ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് ഇനി നമ്മുടെ സമ്മർ സീസൺ വരികയാണ്. നമ്മളെ സംബന്ധിച്ച് സമ്മറിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ പേടിക്കാതെ നമുക്ക്, അല്ലെ വെതർ പേടിക്കാതെ സുഖമായിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ബ്ലാക്ക് ഐസ് ഉണ്ടോ, മൈനസ് ടെമ്പറേച്ചർ ആണോ, വിൻ്റർ സ്റ്റോം വരുമോ എന്നൊക്കെ പേടിച്ച് എപ്പോൾ സാധാരണ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് എപ്പോൾ വീട്ടിലെത്തുമെന്ന് പറയാൻ പറ്റിയല്ലോ.
അതേസമയം സമ്മർ ആകുമ്പോൾ ഇതൊന്നും പേടിക്കേണ്ടാത്ത കാരണം എന്തായാലും ഇനിയിപ്പോൾ ഒരു എക്സ്ട്രീം മഴയാണെന്നുണ്ടെങ്കിൽ തന്നെ വെതർ ടെമ്പറേച്ചർ 0ക്ക് മുകളിലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വിഷയമല്ല. അപ്പോൾ ലോഡ് ഉണ്ട്, അല്ല ലോഡ് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ വീട്ടിലെത്തും അല്ല എപ്പോൾ ഡെസ്റ്റിനേഷനിലെത്തും എന്നുള്ളതിന് നമുക്കൊരു റഫ് ഊഹം കിട്ടും. അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ്. വിൻ്റർ സീസണിൽ ഇതെല്ലാം ഗോവിന്ദ എന്നുള്ളൊരു സാധനത്തിലാണ്. ഇപ്പോൾ ലോഡുണ്ടെങ്കിലും നമുക്ക് എങ്ങും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ ഈ വർഷത്തെ തന്നെ കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ കാണിച്ചു തന്നില്ലേ, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, മഞ്ഞ് പെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രീം സ്നോഫോൾ ആവാം, ആക്സിഡൻറ്റുകൾ പറ്റാം, റോഡ് അടച്ചിടാം, എല്ലാം ഒരു കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്നേലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തണം എന്ന് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് വെച്ചോ, ആ ട്രിപ്പിൽ ഉറപ്പായിട്ടും 8ൻ്റെ പണി കിട്ടിയിരിക്കും. എന്തായാലും ഇവിടുന്ന് നമുക്ക് ഫ്യൂലൊക്കെ അടിച്ചിട്ട് മുന്നോട്ട് പോവാം. ഫ്യൂലെല്ലാം അടിച്ചു, നമുക്ക് പോയൊരു കാപ്പിയും കൂടെ എടുത്തിട്ട് വിട്ടു പോകാം. എനിക്ക് തോന്നുന്നു സിറിലുണ്ടാകത്ത്, സിറിലിനോട് ഒരു ഹായും കൂടെ പറഞ്ഞേക്കാം. നാട്ടിലെ ബിസ്ക്കറ്റാണല്ലോ അർജുൻ ഭായി. ഗുഡ് ഡേ അല്ലേ? ട്രക്ക് സ്റ്റോപ്പി ഉണ്ടല്ലേ നമ്മുടെ പഞ്ചാബി ഇന്ത്യക്കാരുടെ ട്രക്ക് സ്റ്റോപ്പ് അല്ലേ? ഇന്ത്യക്കാരുടെ ട്രക്ക് സ്റ്റോപ്പാ? ആ അടിപൊളി, നല്ല കപ്പുച്ചിനോയും ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റും. പിന്നെ എന്നാ വേണം? മറ്റേ സാധനല്ലേ സ്ഥിരമായിട്ട് മറ്റേ മേരി ഗോൾഡും ടൈഗറും പാർലേജിയും വന്നോടത്ത് നിന്ന് എപ്പോഴെങ്കിലും ഈ സാധനം കിട്ടുള്ളൂ. വില കൂടുതലാണ്, അതിന് വില കൂടുതലാ. ഇടയ്ക്ക് അതിന് കിട്ടുള്ളൂ. അന്ന് ഭയങ്കര മാർക്കറ്റ് ആയിരിക്കും അതിനോണ്ട്. അല്ല അല്ല ചേട്ടൻ എടുത്തോ, ഞാൻ ഒത്തിരി എണ്ണം കഴിച്ചു. മധുരല്ലേ എന്തായാലും ഒരു നൊസ്റ്റാൾജിയ അല്ലേ? കുറെ നാളായത് കഴിച്ചിട്ട്, കുറെ നാളായി ഇത് കഴിച്ചിട്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, കടയിലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഡയറ്റ് ആയതുകൊണ്ടും ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടും കുറെ നാളായി കഴിച്ചിട്ടെന്ന് പറഞ്ഞ കേട്ടോ. നമ്മളതേണ്ട ബോർഡറിൽ എത്തിയപ്പോഴത്തേക്കും 5.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. 5.5 കിലോമീറ്റർ. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, ഇപ്പം റീസെന്റ് ആണ് ബോർഡർ ഇത്രയും ടൈറ്റ് ആക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റേ US ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും അല്ല. അതുകൂടാതെ കനേഡിയൻ ഗുഡ്സിനുള്ള തരീഫിന്റെ പ്രശ്നങ്ങളും, അതുകൂടാതെ നമ്മുടെ എന്നാ പറയുന്ന ബോർഡർ ക്രോസിംഗ് എല്ലാം അവർ ഇതിന്റെ ഭാഗമായിട്ട് ടൈറ്റ് ആക്കി എന്നുള്ള ന്യൂസുകളെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലോഡും എല്ലാ കാര്യങ്ങളും ഓൾറെഡി പ്രീ ക്ലിയറൻസ് വഴി നമ്മൾ ഓൾറെഡി കൊടുത്ത് ക്ലിയർ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ ഇവർ ഈ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു 3-4 ആഴ്ചയായി നമ്മൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നു. ഇപ്പോൾ ട്രക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എത്ര നേരം ബോർഡറിൽ വെയിറ്റിംഗ് ആവണമെന്നറിയോ? ഇപ്പോൾ തന്നെ നോക്കിക്കേ, ഏകദേശം 6 കിലോമീറ്റർ ഉള്ള ക്യൂ ആണ്. ഇത് ഇനി എപ്പോൾ തീർന്ന് എപ്പോൾ കയറി പോകാനെന്ന് ദൈവം നമ്പരാനറിയാം. ഇപ്പോൾ റിഷാദ് റിച്ചു എന്ന് പറയുന്ന പ്രൊഫൈൽ നമ്മളോട് ചോദിച്ചായിരുന്നു നമ്മുടെ കയ്യിലുള്ള ആ ബോട്ടിലിനെ കുറിച്ചൊന്ന് പറയാമെന്ന്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന ബോട്ടിൽ. പുള്ളി മാത്രമല്ല, ചിലരൊക്കെ മറ്റു ചിലരും കൂടെ നമുക്കിതുപോലെ കമൻസിൽ കൂടെ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് സാധനം. ഇത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഫ്ലാസ്ക് ആണ്. ഇപ്പം ചൂടായിട്ടുള്ള എന്തെങ്കിലും അല്ലെ കോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചാലും ഏകദേശം 8 മണിക്കൂറോളം കംപ്ലീറ്റ് ചൂട് പോകാതെ അല്ലെ കോൾഡ് മാറാതെ നിലനിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഫ്ലാസ്ക് സാധാരണത്തിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് ചായയോ കാപ്പിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൽ വേണ്ട ഇത് കണ്ടോ, ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും ഇവിടെ ഇതിൻ്റെ അകത്തൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന വഴി ഇത് നമുക്ക് തുറക്കുകയോ അടക്കുകയും ചെയ്യാം. അപ്പോൾ സ്പില്ലാവാണ്ട് വരിക്കും. അപ്പോൾ ചൂട് പോകാതെ നമുക്ക് ഒരു കാപ്പി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുടിച്ചുകൊണ്ട് അങ്ങ് പോകാം. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ഇപ്പം നമ്മളൊരു കപ്പിൻ്റെ അകത്തോ മറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ പോകും. അതുകൂടാതെ സ്പില്ല് ചെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല.
ഇത് പല ബ്രാൻഡിന്റെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് തെർമോസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാ. അപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ ട്രിപ്പിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന ഇന്റർസ്റ്റേറ്റ് 40 എന്നറിയപ്പെടുന്ന റൂട്ടിൽ കൂടെയാണ്. നമ്മൾ സാധാരണ ഇതിൽ കാലിഫോർണിയക്ക് പോകുമ്പോൾ 80 കൂടെ ലാസ് വേഗാസ് റൂട്ടിൽ വയോമിംഗ് ഒക്കെ കൂടിയല്ലേ പോകുന്നത്. പക്ഷെ ഇപ്രാവശ്യം 40 നമ്മൾ ഓക്ലഹോമ, ടെക്സാസ്, ന്യൂ മെക്സിക്കോ അങ്ങനെയുള്ള റൂട്ടിൽ കൂടെ ആയിരിക്കും കയറി പോകുന്നത്. അപ്പം പോകുന്ന കാലിഫോർണിയക്ക് തന്നെയാണെങ്കിലും വ്യത്യസ്തമായ ചില കാഴ്ചകൾ. ചിലപ്പോൾ തിരിച്ചു വരുന്നത് വയോമിങ്ങിൽ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. എന്തായാലും പോകുന്നത് ഈ പറഞ്ഞ റൂട്ടിൽ കൂടെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ 12 ഡിഗ്രി ചൂടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാലും വിന്റർ തീരാറായി, സ്പ്രിങ്ങിന്റെ തുടക്കമൊക്കെ ആയെന്ന് പറഞ്ഞാലും നമ്മുടെ 80-ൽ വയോമിങ്ങിലും നെബ്രാസ്കയിലും ഒക്കെ നല്ല വിന്റർ സ്റ്റോം ഉണ്ടെന്നുള്ള വാർണിങ്ങും അതിന്റെ ഫോർകാസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം 40 പിടിച്ച് പോകുന്നത് കേട്ടോ. ആനന്ദ് പോൾ മംഗളം 2192 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമുക്കൊരു മെസ്സേജ് അയച്ചേക്കണതാ. ഐ മീൻ കമന്റ്, വണ്ടറിങ് ഇഫ് യു ഗൈസ് ക്യാൻ ടോക്ക് അബൌട്ട് ബ്ലൈൻഡ് സ്പോട്ട്സ് ഓൺ ദ ട്രക്ക്. Do and don't from a passenger car driver while overtaking a truck. This is particularly useful for North American residents who travels a lot through interstate. നമുക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ നമ്മളത് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അതായത് ഈ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കൻ മാത്രമല്ല, ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് ലെയിൻസ് ഉണ്ട്. എല്ലാവരും തന്നെ ലെയിൻ ട്രാഫിക്കിങ്ങും ഒക്കെ ഫോളോ ചെയ്യുന്നതാണല്ലോ. പക്ഷെ നമ്മുടെ നാട്ടിൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഈ ലൈൻ ട്രാഫിക്കിങ്ങിൽ പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ നോർത്ത് അമേരിക്കയിൽ ട്രക്കേഴ്സിനെ എത്രമാത്രം കാറും ട്രക്കും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ഡ്രൈവിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെ അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു കമന്റ് ഇട്ട ബ്രോയ്ക്ക് ഒത്തിരി താങ്ക്സ്. അപ്പം ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട്, കാരണം ഇതെല്ലാം കൂടെ ഒറ്റ ഒരു വർത്തമാനത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സിറ്റികൾ വരുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ്, നമുക്കിപ്പം ലിറ്ററലി നമുക്കപ്പം അർജുൻഭായി ഓടിക്കുന്ന സമയത്താണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റും കാറുകൾ ചെയ്യുന്ന പരിപാടി. അത് എത്രമാത്രം ഡേഞ്ചറാണ്, എങ്ങനെയാണ് അത് ഡേഞ്ചർ ആവുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് ഈ ഒരു ട്രിപ്പ് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം. ഏകദേശം 1.5 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ടോള് കടന്ന് നേരെ ബോർഡറിലേക്ക് നമ്മൾ കടന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ ബോർഡർ ക്രോസിങ്ങും പരിപാടികളല്ല. Officers, it's vegan nutritional smoothie. Where does that go? Where deliver? Buena Park, California. Thank you. Organ. I don't want to do it. നമ്മളെന്തായാലും ബോർഡർ എല്ലാം സ്മൂത്തായി ക്രോസ് ചെയ്ത് ദണ്ട മിഷിഗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒഫീഷ്യലി അമേരിക്കയിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ വേണ്ട 3:20 ആകുമ്പോഴത്തേക്ക് നമ്മൾ മിഷിഗണിൽ ഈ കാണുന്ന റെസ്റ്റ് ഏരിയ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഞാനും അർജുൻഭായും തന്നെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോവാം. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ അർജുൻഭായായിരിക്കും. ടയറെല്ലാം ഓക്കെയാണോ സാർ? ഓഫാക്കാനോ? വീഡിയോ ഒന്ന് ഓഫാക്കാം, മാറ്റെടുത്ത് വെട്ടിക്കോ. ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ കണ്ടേ ഹൗ ക്ലീൻ ചെയ്യാറുള്ളത്. വേറെ ആരുടെ ഇല്ലല്ലോ, നമ്മളെ മാറ്റില്ലേ. അങ്ങനെ
നമ്മളെ അർജുൻ ഭായ് വണ്ടി എടുത്ത് നമ്മളിപ്പം മിഷിഗണിലെ ലാൻസിങ് ലക്ഷ്യമാക്കിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലാൻസിങ് എല്ലാം കടന്ന് നേരെ ഇന്ത്യാനാപോളിസിൽ നിന്ന് പിന്നീട് മിസൂറി, ഓക്ലഹോമ അങ്ങനെയൊക്കെ കയറിയായിരിക്കും പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ അർജുൻ ഭായ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ നോക്കാമേ. കണ്ട ഇപ്രാവശ്യം നമ്മൾ ലഞ്ചിന് കൊണ്ടുവന്നേക്കുന്നത് കോക്കനട്ട് റൈസും അതിൻ്റെ ചിക്കൻ കറിയാണ് കേട്ടോ. ഇന്നത്തെ ലഞ്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടേക്കുന്നത് നമ്മുടെ പ്രീതിയും പ്രജിതുമാണ്. ഫാമിലി ഫ്രണ്ട്സ് ആണ് നമ്മുടെ പ്രീതിയും പ്രജിതും. പ്രീതിക്കും പ്രജിതും സ്പെഷ്യൽ താങ്ക് യു. ഒണ്ടാറിയോ സമയം രാവിലെ 8:15 ആകുമ്പോഴത്തേക്കും നമ്മൾ ഓക്ലഹോമയിലാണ്. മിസൂറി എല്ലാം കടന്ന് ഓക്ലഹോമയിൽ കയറി. ഓക്ലഹോമയിലെ ടുൾസ എന്ന് പറയുന്ന ആ ഒരു ടൗണിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം 15 കിലോമീറ്ററിൽ നമ്മൾ ടുൾസയിലേക്ക് എത്തും. ടെമ്പറേച്ചർ 19 ഡിഗ്രി. ഇവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ അമരില്ലോ അല്ലെ ടുൾസ ഏരിയയിലൊക്കെ ഇവിടെ ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ടായിട്ട് വണ്ടികളെല്ലാം ട്രക്കുകളെല്ലാം മറിഞ്ഞു പോകുന്ന സാഹചര്യം വരെ ഉണ്ടായത്. അതായത് 77 മൈൽസ് പെർ അവർ വരെ അല്ലെ അതിന് മുകളിലേക്കുള്ള സ്പീഡുള്ള കാറ്റുകളായിരുന്നു. 77 മൈൽസ് പെർ അവർ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി എത്ര സ്പീഡുള്ള കാറ്റാണ്. കിലോമീറ്റർ അല്ല കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ തന്നെ കണ്ടിന്യൂഷനായിട്ട് ആ കാറ്റൊന്നും ഇപ്പോഴും വലിയ കാര്യമായിട്ട് ശമിച്ചിട്ടില്ല. നമുക്ക് കുറേ നേരമായിട്ട് രാത്രി മുഴുവൻ വണ്ടി ഇങ്ങനെ മറിഞ്ഞു പോകുന്ന ഫീലിലുള്ള കാറ്റുകളാണ് നമുക്കുള്ളത്. എന്തായാലും ടൂൾസൊക്കെ കടന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ശാന്തമായാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ വേണ്ട ടൂൾസ് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ എൽറെനോ, ഓക്ലഹോമയിലുള്ള എൽറെനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ലൗസിലേക്കാണ്. അവിടുന്ന് വേണം നമുക്ക് ഫ്യൂവലെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് നമുക്ക് ടൂൾസിൽ നിന്ന് 230 കിലോമീറ്റർ ആവുള്ളൂ. ഇവിടെയൊക്കെ നിറയെ കൺസ്ട്രക്ഷൻ ആണല്ലോ. അങ്ങ് മുമ്പിലൊരു വലിയ പച്ച ഹോർഡിങ് കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അറിയാം പൊടിക്കാറ്റിൻ്റെ കാഠിന്യം. ഭയങ്കര കാറ്റും പൊടിയും കൂടെ അടിച്ചിട്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് ദൃശ്യങ്ങളെല്ലാം ഭയങ്കര മങ്ങി നിൽപ്പുണ്ട്. വളവുകളൊക്കെ എടുക്കുമ്പോണ്ടല്ലോ വണ്ടി മറിഞ്ഞു പോകുന്ന ഫീലിംഗ് കേട്ടോ. ബോഡി റോള് നമുക്ക് കാറ്റും കൂടെ അങ്ങ് അടിക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒഫീഷ്യലി ടൂൾസയിലേക്ക് കയറി കഴിഞ്ഞു. ടൂൾസയിൽ ഒരു അടിപൊളി ഹാർഡ് റോക്കിൻ്റെ വലിയൊരു റെസ്റ്റോറൻറ്റും കസിനോയും ഒക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ടൂൾസയിലെ ഹാർഡ് റോക്ക് ടൂൾസ. ഹാർഡ് റോക്ക് കഫേകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആണ് മ്യൂസിക്കിൻ്റെ മറ്റ് കസിനോസിൻ്റെയും കാര്യങ്ങളിലെല്ലാം. എന്തായാലും വിൻ്റർ മാറി സ്പ്രിങ്ങിൻ്റെ ഒരു ലാഞ്ചന വയ്യ തുടങ്ങിയതോടു കൂടി ഉണ്ടല്ലോ വിഷ്വൽസ് എല്ലാം നല്ല കിടിലനാട്ടോ. ഇത്രയും നാളെ നമ്മൾ വിൻ്ററിൽ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഒരു ബ്രൗണിഷ് കളറായിരുന്നു. എല്ലാം നല്ല കിടിലൻ പച്ച കളറിൽ നല്ല പുല്ലാണേലും ചെടികളാണേലും ഒക്കെ നല്ല ഇലകളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. വിഷ്വൽസ് എല്ലാം കുറച്ചുകൂടെ ഒന്ന് സൂര്യനൊന്ന് പുറത്തേക്ക് ഒന്ന് സൺലൈറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അടിപൊളിയാവാനാണ് സാധ്യത. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല പൊടിക്കാറ്റാട്ടോ പുറത്ത്. അപ്പം സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കാറ്റിൻ്റെ ആ ഒരു കാഠിന്യം ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസിബിൾ അല്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ എങ്ങാൻ നമ്മൾ അനാവശ്യമായിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോൾ ടിക്കറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്തായാലും ഇത് അടുത്തെങ്ങും ഈ കാറ്റ് നിൽക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. കാരണം ഇപ്പോൾ തുടങ്ങിയിട്ട് 6-7 മണിക്കൂറായല്ലോ. ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ പോലെ നല്ല കാറ്റുണ്ടായിരുന്നു. മുന്നോട്ട് നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തുമ്പോഴത്തേക്കും ഞാൻ ഈ നല്ല കാറ്റാന്ന് പറഞ്ഞാൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ നോക്കാം കേട്ടോ. കാരണം പുറത്തിറങ്ങി നമുക്ക് ഇലകളോ കാറ്റോ മറ്റെന്തെങ്കിലും ഒക്കെ ഇതൊന്ന് അനക്കുന്നതിൻ്റെ ഒരു ഇത് പുറത്തുനിന്ന് കാണിക്കുമ്പോഴല്ലേ ഇത് എത്രമാത്രം ഉണ്ട് ഇതെന്നൊന്ന് കാണിക്കാൻ പറ്റുള്ളൂ. വണ്ടി നന്നായിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു വലിയ പ്രൊഫൈലല്ലേ, ട്രെയിലർ ഇങ്ങനെ മതിൽ പോലെ ഇരിക്കുന്നിടത്ത് കാറ്റടിക്കുമ്പോഴേ.
ഒക്ലഹോമയിൽ എന്തായാലും കൺസ്ട്രക്ഷൻ്റെ തിരക്കാട്ടോ. അങ്ങ് ടൂൾസ് ഏരിയ പോലെ തുടങ്ങിയതാ കൺസ്ട്രക്ഷൻ്റെ ബഹളം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ്റെ ബഹളം. അതോടൊപ്പം തന്നെ നല്ല കാറ്റും കൂടെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ പണിക്കാരെ സമ്മതിക്കണം. കാരണം ഈ മണ്ണിൻ്റെ മുകളിൽ കൂടെ ഈ വണ്ടികളെല്ലാം കൂടെ ഓടുമ്പോൾ കാറ്റും കൂടെ അടിച്ചിട്ട് ഭയങ്കര പൊടിയാണ്. അങ്ങനെ വേണ്ട ഈ ഒരു വളവ് ഉണ്ടോ, ഈ ഒരു വളവിൽ നിന്നാണ് നമ്മൾ ഇത്രയും നേരം വന്നുകൊണ്ടിരുന്നത്. ഇൻറ്റർസ്റ്റേറ്റ് 44 നിന്നൊക്കെ അങ്ങ് മാറി ഇൻറ്റർസ്റ്റേറ്റ് 40ലേക്ക് കയറണം കേട്ടോ. ഇൻറ്റർസ്റ്റേറ്റ് 40ലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് നമ്മളെ കാലിഫോർണിയ വരെ എത്തിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്യൂവൽ ലെവൽ ലോ ആണെന്നുള്ള വാണിംഗ് എല്ലാം ഓൾറെഡി വന്നു കേട്ടോ. നമ്മളെല്ലാം കറക്റ്റ് അളന്നു കുറിച്ചുള്ള പോക്കാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ US നോർത്ത് അമേരിക്കയിൽ മൊത്തത്തിൽ ഒരു റിസഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനി ഈ ഫ്യൂവലിങ്ങിൻ്റെ ടാക്സും മറ്റ് പരിപാടികളും എല്ലാം പല രീതിയിലുള്ള കോസ്റ്റുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ അളന്നു കുറിച്ച് ഓരോരോ സ്ഥലത്തു നിന്ന് കറക്റ്റായിട്ട് അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് 16 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ സാധാരണ അല്ലെ നമ്മൾ പ്ലാൻ ചെയ്ത് ഫ്യൂൽ ചെയ്യുന്ന എൽറനോ എന്ന് പറയുന്ന സ്ഥലത്തെ ലൗസ് എത്താൻ വേണ്ടിയിട്ട്. കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ. അപ്പോൾ ഞാൻ ഇതേണ്ട ട്രക്കിൻ്റെ ട്രെയിലറിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് സംസാരിക്കണേ, അല്ലെങ്കിൽ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കുകയല്ല. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിക്കുന്നത് ഏകദേശം empty ആവാറായപ്പോഴാണല്ലോ നമ്മൾ ഫ്യൂവൽ അടിക്കുന്നത്. നമുക്ക് ഫ്യൂവൽ അടിക്കാൻ വാണിംഗ് വന്നില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വണ്ടിയുടെ ഫ്യൂവലിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. നമ്മൾ പണ്ട് കാണിച്ചിട്ടുള്ള പോലെ നമുക്ക് 2 വലിയ ടാങ്കുകളാണ് ബാക്കിലുള്ളത് കേട്ടോ. 2 സൈഡിലും നമുക്ക് ഒരേ സമയം ഫ്യൂവൽ അടിക്കാം. ഇവിടെ അപ്പോൾ വേണ്ട 215 ഗാലൻ $677 നമ്മൾ ഇന്നത്തെ ഫ്യൂലിംഗ് ഇവിടുന്ന് ചെയ്തേക്കുന്നത്. കാറ്റടിച്ചിട്ടേ അങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഭയങ്കര കാറ്റ്. കാറ്റെന്തായാലും നല്ല മഴയ്ക്ക് വഴിമാറിയിട്ടുണ്ട് കേട്ടോ. വഴിമാറിയിട്ടില്ല, ഇപ്പോഴും നല്ല അടിപൊളി കാറ്റുണ്ട്. അല്ലെ കാറ്റാടിമരങ്ങൾ കറങ്ങുന്ന സ്പീഡ് കണ്ടോ. ഇത് കാണുമ്പോൾ അറിയാലോ എന്താണ് കാറ്റിന്റെ സ്പീഡ്. സ്റ്റിയറിംഗിൽ അതേപോലെ ബലം പിടിച്ച് റൈറ്റിലേക്ക് ഒടിച്ചു വെച്ചിട്ടാണ് വണ്ടി നേരെ പോണത് കേട്ടോ. ലെഫ്റ്റിലേക്കാണ് കാറ്റിന്റെ പുഷ്. മഴ പെയ്യണത് വൈപ്പർ ഇടാതെ തന്നെ കാറ്റടിച്ച് ക്ലിയറായി പോകുന്നുണ്ട്. പിന്നെ 1:45 ആകുമ്പോഴത്തേക്കും എൻ്റെ ഒക്ലഹോമ നടന്ന് നമ്മൾ ടെക്സാസിലേക്ക് കയറുവാണ്. ടെക്സാസിലേക്കൊക്കെ കയറിയിട്ടും കാറ്റിന് ഒരു ശമനവും ഇല്ല കേട്ടോ. ഒരു ശമനവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു ശമനവുമില്ല. ലിറ്ററലി സ്റ്റിയറിംഗ് പിടിച്ച് കൈ വേദന എടുക്കും. ഇങ്ങനെ കാറ്റടിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ച് പിടിച്ചേ ഫോറാംസ് ഒക്കെ വേദന എടുക്കും. വെളുപ്പിനെ 3 മണിക്ക് തുടങ്ങിയതല്ലേ. എങ്ങനെയായാലും ഒരു 3 മണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അർജുൻഭായിക്ക് ചാർജ് കൊടുത്തിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ. എടാ ഇപ്പോഴാണ് ഒരു വാണിംഗ് കാണുന്നത്, ഹൈ വിൻഡ് വാണിംഗ് ഇൻ എഫക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട്. ഇതുവരെ ഉണ്ടായതൊക്കെ ലൈറ്റ് വിൻഡ്. അല്ലല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വാണിംഗ് ബോർഡേ ഇല്ലായിരുന്നു. അതേസമയം നമ്മുടെ വയോമിങ് ഏരിയയിലാണെ വിൻഡ് ആണെങ്കിലും സ്നോ ആണെങ്കിലും നമുക്ക് അടിക്കടി ഇതുപോലെ വാണിംഗ് ബോർഡുകളില്ലേ. ഞാൻ ആദ്യം പോലെ നോക്കി. കാരണം അല്ല, ഇതിപ്പോ ടെക്സാസിൽ കയറിയോണ്ടാട്ടോ. ടെക്സാസിൽ കയറി വഴി വാണിംഗ് വന്നു. ഓക്ലഹോമയിലേ ഇല്ലാണ്ടിരുന്നു. ബോർഡിനൊന്നും പൈസ ഇല്ലാന്ന് തോന്നുന്നു. അതേസമയം
നമ്മുടെ വയോമിങ് നെബ്രാസ്ക ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര കിലോമീറ്റർ കൂടുമ്പോഴത്തേക്കും വാണിംഗ് ബോർഡുകളുണ്ട് എല്ലാം അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിലും വലിയ കൊയ്ത്താ. നല്ല രാത്രി കൂട്ടിയതായി വേണം അപ്പുറം അല്ലേ? അല്ലേ ഞാൻ ഈ വാണിംഗ് ബോർഡിന്റെ കാര്യം പറയാറ്. അല്ല, ഞാൻ പറയുക ആ റൂട്ടിൽ ഭയങ്കര അവസ്ഥയാണ്. ഭയങ്കര മഞ്ഞും കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹൈവേ ക്ലോസ്ഡാണ്. മിസ് ചെയ്തില്ല. അടിപൊളി കണ്ടന്റ് ആയിരുന്നു. വെറുതെ വഴി മാറ്റി കിട്ടും നമ്മളെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാറ്റെന്നുള്ളത് ഭയങ്കര പൊടിക്കാറ്റായേ. നിറയെ വാർണിങ്സ് ഉണ്ട്. ടെക്സാസിൽ നിറയെ പൊടിക്കാറ്റാ, വിസിബിലിറ്റി ലോ ആണെന്നൊക്കെ. ഓ മൈ ഗോഡ്. നമ്മൾ വേണ്ട നല്ല കാറ്റാന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? രണ്ട് സ്പീഡിൽ വന്ന ഒരു ട്രക്ക് അതേ മറിഞ്ഞു കിടക്കണം കേട്ടോ. നോക്കിക്കോ, നോക്ക്, ഫ്രഷ് ഏതാ പോലും. ഭയങ്കര കാറ്റാന്ന് പറയുമ്പോ ഇവിടെ ഒരാൾക്ക് പുച്ഛായിരുന്നേ. ഇപ്പൊ എന്ത് പറയുന്നു? കയ്യില്